നമസ്കാരം. യൂറോപ്പ് വാർത്താ വിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ടിൽ ബ്രിട്ടീഷ് പൗരന്മാർക്കായി യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായ ഗമ്യസ്ഥലങ്ങളായ സ്പെയിൻ, ഫ്രാൻസ്, ഗ്രീസ് എന്നീ രാജ്യങ്ങളിൽ നിലവിൽ വന്നിരിക്കുന്ന പുതിയ യാത്രാ നിയന്ത്രണങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് പരിശോധിക്കാം. 1. ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് കർശനമായ നിയമങ്ങൾ. യുകെ യൂറോപ്യൻ യൂണിയനിൽ നിന്നു പുറത്തു വന്നതിന് ശേഷമാണ് ഈ മാറ്റങ്ങൾ വന്നത്. പഴയ നിബന്ധനകളിൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉള്ളവർക്ക് സ്പെയിനിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വിസ കൂടാതെ പോകാനും എത്രയും നേരം താമസിക്കാനും സാധിച്ചിരുന്നു. ഇതുകഴിഞ്ഞ് അവർക്ക് ഷെങ്കൻ ഏരിയ നിയമങ്ങൾ ബാധകമായി. 2. ഇനി 90 ദിവസം മാത്രം. ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഇനി 180 ദിവസത്തിനകം 90 ദിവസം മാത്രം ഷെങ്കൻ പ്രദേശത്ത് താമസിക്കാൻ അനുവാദമുണ്ട്. അതായത് സ്പെയിനിൽ 60 ദിവസം കഴിഞ്ഞാൽ ഫ്രാൻസിലോ ഗ്രീസിലോ കൂടെ 30 ദിവസത്തേക്കാൾ കൂടുതൽ താമസിക്കാനാവില്ല. ഈ 90 ദിവസം മുഴുവൻ ഷെങ്കൻ രാജ്യങ്ങളിലുടനീളം സംയുക്തമായി കണക്കാക്കപ്പെടുന്നു. ഈ നിയമം കൃത്യമായി പാലിക്കാതെ പോയാൽ വരാനിരിക്കുന്ന യാത്രകൾക്ക് കനത്ത തടസ്സങ്ങളാണ് നേരിടേണ്ടി വരിക. 3. വിസ കാലാവധി കവിഞ്ഞാൽ എന്താകും ശിക്ഷ? വിസ കാലാവധി കവിഞ്ഞാൽ 3 വർഷം വരെ യൂറോപ്പിൽ പ്രവേശനം നിരോധിക്കപ്പെടും. ഇത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനും തൊഴിൽ അവസരങ്ങൾക്കും റിട്ടയർമെന്റ് പ്ലാനും വലിയ തിരിച്ചടിയായിരിക്കും. ഒരു ടൂറിസം യാത്രക്കുള്ള ലഘുവായ നിയമലംഘനം പോലും വലിയ വില നൽകേണ്ടി വരുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. 4. പാസ്പോർട്ട് നിയമങ്ങൾ കൂടുതൽ കർശനമാകുന്നു. പാസ്പോർട്ട് പുതിയതായിരിക്കണം, 10 വർഷത്തിനുള്ളിൽ ഇറക്കിയതായിരിക്കണം. യാത്ര കഴിഞ്ഞു കുറഞ്ഞത് 3 മാസത്തെ കാലാവധി ശേഷിക്കണം. പഴയ പാസ്പോർട്ടുള്ളവർക്കിൽ പ്രവേശനം നിഷേധിക്കപ്പെടും. പുതിയ നിയമങ്ങൾ പ്രകാരം യാത്രയ്ക്ക് മുമ്പ് പാസ്പോർട്ടിന്റെ വിവരം ശരിയായി പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 5. ഷെങ്കൻ പ്രദേശം എവിടെയെല്ലാം ബാധകമാണെന്ന് അറിയുക. 26 യൂറോപ്യൻ രാജ്യങ്ങൾ ഷെങ്കനിലേക്ക് ഉൾപ്പെടുന്നു. അതിൽ സ്പെയിൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, പോർച്ചുഗൽ തുടങ്ങി മുഴുവൻ പ്രധാന ടൂറിസം രാജ്യങ്ങളുമുണ്ട്. കൂടാതെ ഐസ്ലൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ് പോലുള്ള നോൺ EU രാജ്യങ്ങളും ഉൾപ്പെടുന്നു. എല്ലായിടത്തെയും ഉള്ള ചേർന്ന 90 ദിവസമാണ് കണക്കാക്കുന്നത്. 6. എന്താണ് പരിഹാരമാർഗങ്ങൾ? യാത്രകൾ കൃത്യമായി പ്ലാൻ ചെയ്യുക. 90 ദിവസത്തെ കണക്കുകൾ ഡിജിറ്റൽ കലണ്ടറിൽ സൂക്ഷിക്കുക. യാത്രയ്ക്ക് മുമ്പ് പാസ്പോർട്ട് കാലാവധി പരിശോധിക്കുക. ETIAS EU എൻട്രി ഓഥറൈസേഷൻ സിസ്റ്റം നടപ്പിൽ വന്നാൽ അതും നിർബന്ധമായിരിക്കും. നിങ്ങളുടെ ഭാവിയിലെ യാത്രകളെ എളുപ്പമാക്കാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ഈ നിയമങ്ങൾ ഒരു പ്രശ്നമല്ലാതാക്കാം. 7. സമാപനം. അറിയാവുന്നില്ലെങ്കിൽ യാത്ര ഇറ്റ്സെൽഫ് ഇസ് എ റിസ്ക്. ഇനി ഒരു ചെറിയ അവധിക്കാല യാത്ര പോലും വലിയ പ്രതിസന്ധിയാകാൻ സാധ്യതയുണ്ട്. അതിനാൽ പുതിയ നിയമങ്ങൾ മനസ്സിലാക്കുക, അവ പാലിക്കുക, യാത്ര സുഗമമാക്കുക. ഈ വിവരം ഉപകാരപ്രദമായെങ്കിൽ യൂറോപ്പ് വാർത്താ വിഷൻ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, ബ്രിട്ടനിൽ താമസിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്.